മലയാളി സംഘടനയുടെ പരിപാടിയിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുത്തത് വിവാദത്തിൽ. കൊച്ചി സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും. പരിപാടി നടന്നത് ഈ മാസം 25-ന് ദുബായിൽ. താരങ്ങൾ എത്തിയത് ക്ഷണിക്കാതെ എന്ന് സംഘാടകരായ CUBA. പരിപാടിയെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി. നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിലമ്പൂരിൽ. റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയ്ക്കിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഞാനിനിയില്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇനി താനില്ല എന്ന് PV അൻവർ. തന്റെ കയ്യിൽ നയാ പൈസയില്ല. നിലമ്പൂരിൽ മത്സരിക്കാനുള്ള പൈസ തെല്ലുമില്ല. താനില്ലാതെ UDF നിലമ്പൂരിൽ വിജയിക്കുകയുമില്ല. VD സതീശന് ഗൂഢലക്ഷ്യമെന്ന് ആവർത്തിച്ച PV അൻവർ. UDF ആർക്ക് മുന്നിലും വാതിൽ കൊട്ടിയടച്ചിട്ടില്ല എന്ന് K മുരളീധരൻ. അൻവർ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് അടൂർ പ്രകാശും രമേശ് ചെന്നിത്തലയും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 4 മരണം. കണ്ണൂർ പാട്യത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 70-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ ഹരിപ്പാട് മീൻ പിടിക്കാൻ പോയ യുവാവ് വെള്ളം മറിഞ്ഞു മരിച്ചു. കായംകുളത്ത് വെള്ളക്കെട്ടിൽ വീണ് 65-കാരൻ മരിച്ചു. എറണാകുളം കുമ്പളത്ത് വള്ളം മറിഞ്ഞു കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം SAP ക്യാമ്പിൽ മരം വീണ് പോലീസുകാർക്ക് പരിക്ക്. പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നു. വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത. മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ 4 പേർ സുരക്ഷിതർ. കണ്ടെത്തിയത് സഹായമാതാ ബോട്ടിലുണ്ടായിരുന്നവരെ. കടലിൽ കുടുങ്ങിയത് ഇന്ധനം തീർന്നതിനെ തുടർന്ന്. കാണാതായ മറ്റ് 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. രാജ്യത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധന. കോവിഡ് ബാധിതരുടെ എണ്ണം 2710 സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് മോക്ക് ഡ്രിൽ. ഓപ്പറേഷൻ ഷീൽഡ് വൈകിട്ട് 5-ന്. അപായ സൈറനുകൾ മുഴങ്ങും. ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തും. മോക്ക് ഡ്രിൽ നടത്തുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം.